എല്ലാവർക്കും നമസ്കാരം. കുണിയ കോളേജിൻ്റെ റീഡിംഗ് ക്ലബ്ബായ യുനോയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ് ടേണിംഗ് പേജസ്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചൊരു പുസ്തകത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് നമ്മുടെ കോളേജിൻ്റെ അക്കാദമിക് ഡയറക്ടറായ യഹിയ സാറെ സ്വാഗതം ചെയ്യുന്നു. സർ നമസ്കാരം. സർ, വായന എങ്ങനെ പോകുന്നു? വായന നന്നായി പോകുന്നു. പിന്നെ അത്യാവശ്യം വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. പണ്ടത്തതുപോലെ വായിക്കാൻ കഴിയാറില്ല, എങ്കിൽ പോലും വായിക്കാൻ നോക്കാറുണ്ട്. പണ്ട് മുതലേ വായനയെ ഇഷ്ടപ്പെടുന്ന ആളാണോ? വായന ആദ്യം മുതൽ പണ്ട് മുതലേ ഇഷ്ടമാണ് എനിക്ക്. വായിക്കാൻ ഏതെങ്കിലും അർത്ഥത്തിൽ കോളേജ് അല്ലെങ്കിൽ സ്കൂള് ആ കാലത്ത് വായിക്കും. അന്ന് മുതലേ വായിക്കും. എപ്പോഴും വായിക്കാൻ ഇഷ്ടമാണ്. അതെ, എല്ലാ ദിവസങ്ങളിലും വായന താല്പര്യപ്പെടുന്നുണ്ടോ അതോ വീക്കെൻഡുകളിലാണോ? എങ്ങനെയാണ് സാറിൻ്റെ ഒരു വായനാശീലം? എല്ലാ ദിവസവും വായിക്കുന്നത് ഇപ്പം നമ്മളറിയാമല്ലോ, നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും വായിക്കാൻ അങ്ങനെ സമയം കിട്ടാറൊന്നുമില്ല. എങ്കിൽ പോലും രാവിലെ സ്വാഭാവികമായിട്ട് നമ്മളിന്നും ഖുർആൻ വായിക്കും. ഏതൊരാളും മതവിശ്വാസികൾ അവരുടെ വേദപുസ്തകം രാവിലെ ഒന്ന് വായിക്കുകയാണ്. അത് നൽകുന്നൊരു ശാന്തി, സമാധാനം, അനുഗ്രഹം. അതിനുശേഷം എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുമല്ലോ, രാത്രിയും വായിക്കും. പക്ഷെ പഴയതുപോലെ വായിക്കാൻ കഴിയാറില്ല. പലപ്പോഴും വീക്കെൻഡിലാണ് കാര്യമായി വായന നടക്കാറ്. അപ്പോൾ ആ ആഴ്ചയിലെ എല്ലാ പത്രങ്ങളും വായിച്ചു, മിസ്സായ പത്രങ്ങളൊക്കെ ഒന്നിച്ച് ഞായറാഴ്ച അല്ലെങ്കിൽ ഏത് ഹോളിഡേ ദിവസം ഇരുന്ന് വായിക്കാറാണ് ഇപ്പോൾ പതിവ്. അപ്പോൾ അതോടൊപ്പം മാഗസിൻ അറിയാം സാർ, കൂടുതൽ ഇവിടുന്ന് മാഗസിൻസ് എടുക്കാറുണ്ട്. അതൊക്കെ വീക്കെൻഡിൽ ഇരുന്നിട്ട് വായിക്കും. അതേപോലെ ഏതെങ്കിലും പുസ്തകം പെൻഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം വായിക്കും. ഒക്കെ ബുക്കുകൾ പോലെ തന്നെ സാറിന് മാഗസിൻസും വളരെ താല്പര്യമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോക്കാറുണ്ട്, എപ്പോഴും മറിച്ച് മുമ്പേ അതൊക്കെ നോക്കാറുണ്ട്. അതെ അതെ. ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ആനുകാലികങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞു വെക്കാറുണ്ട്. തുടക്ക കാലഘട്ടങ്ങളിൽ സാറിന് ഇഷ്ടപ്പെട്ടത് എങ്ങനെയുള്ള ബുക്കുകളായിരുന്നു? ഫിക്ഷൻസ് ആണോ നോൺ ഫിക്ഷൻസ്? എന്താണ് സാറിന് ആ സമയത്ത് താല്പര്യം തോന്നിയത്? എനിക്ക് നമ്മൾ ആദ്യം വായിച്ച ആ ഒരു അനുഭവം സ്വാഭാവികമായിട്ടും കഥ ബുക്കുകളൊക്കെ ആയിരിക്കുമല്ലോ. അതെ അതെ. ബാലരമ, മാതൃഭൂമി, അന്ന് വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഡിങ്കൻ എന്നൊക്കെ പറയുന്നത്. ബാലഭൂമിയിലെ കഥാപാത്രം. അപ്പോൾ അതൊക്കെ ആയിരിക്കാം നമ്മുടെ വായന. പക്ഷേ എനിക്ക് ആദ്യം ഒരു വായന നോവൽ അല്ലെങ്കിൽ കഥാപാത്രം, ഒരു ഫുൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രമുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് എനിക്കതിന് കൃത്യമായി ഓർമ്മയില്ല. ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മലയാളം സെക്കൻഡ് ഒരു പേപ്പറുണ്ട്, അതിലൊരു നോവലായിരിക്കും. അത് ഒരു ഉഗ്രൻ ശാന്തൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളായിരുന്നു. അതാണ് എന്നെ ശരിക്കും പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. നമ്മളന്ന് വിചാരിച്ച് ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ഫുൾ നോവൽ വായിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ള തോന്നലുണ്ടായത്. അപ്പോൾ അതിന് ശേഷമാണ് കുറേയും കൂടെ അങ്ങനത്തെ കഥകളോ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഞാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യകാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് താല്പര്യം ഡിറ്റക്റ്റീവ് നോവൽസാണ്. ഇതിലാണ് കൂടുതലും ഞാൻ വായിക്കാറ്. അപ്പോൾ അന്ന് തന്നെ ഷെർലക് ഹോംസ് കഥകൾ ആർതർ കോണൻ ഡോയിൽ എഴുതിയ അത് ഇന്നും വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ. അതെ, എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ്. കാലാതീതമായൊരു പുസ്തകം. അത് ആ സമയത്ത് തന്നെ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഓരോ പുസ്തകങ്ങൾ അത് അന്ന് പഠിക്കാനുണ്ടായിരുന്നു. +2 പഠിക്കാനുണ്ടായിരുന്നു. ഇന്നുമുണ്ട് CBSE കുട്ടികൾക്കൊക്കെ ചില നോവൽസ് പഠിക്കാൻ. അപ്പം അന്ന് DC ബുക്സ് അതിൻ്റെ ഫുൾ വലിയ വലിയ 2 വോളിയോ, ഞാനും അത് വായിച്ചിട്ടുണ്ട് സാർ പറഞ്ഞല്ലോ. ആദ്യം അത് ഒരു വാളിയായിരുന്നു, ഇപ്പോഴാണ് 2 വാളി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിരുന്ന് വായിച്ചു. അന്ന് മുതലേ അത്തരം പുസ്തകങ്ങൾ അന്ന് നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും എപ്പിക് ആയിട്ടുള്ള സാധനം. അത് പിന്നീട് തന്നെ വായനയിൽ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വായനയോടുള്ള താല്പര്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം അത് നമ്മുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ലിനെയൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു കുട്ടി വന്നാലോ ഒരു വിദ്യാർത്ഥി വന്നാലോ രക്ഷിതാവ് വന്നാലോ അവർ വരുന്നതിന് മുമ്പ് അപ്പോൾ തന്നെ അവരെ നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് അവരെന്താണ് അവരുടെ വിഷയം എന്നൊക്കെ കുറച്ചും കൂടെ അനുമാനിക്കാനൊക്കെ കുറേ കൂടെ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അതിൽ കാണാൻ കഴിയണം. ഇപ്പോഴത് തന്നെയാണ് താല്പര്യം. പ്രത്യേകിച്ച് സർ ആർതർ കോണൻ ഡോയിലിൻ്റെ ആ പുസ്തകം എന്താ പറയുക, അദ്ദേഹം എനിക്ക് തോന്നുന്നു 1930 മരിക്കുന്നത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കുമല്ലോ അത് എഴുതിയിട്ട്. 100 വർഷങ്ങൾക്ക് അത് അപ്പുറമുള്ള പുസ്തകമാണ്. പക്ഷെ ഇപ്പോഴും ആളുകൾ വായിക്കുന്ന ഒരു പുസ്തകമാണ്. സാർ അന്നും കഥകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം മാഗസിൻസ് വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും ചെറു കഥകൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ സാറിനൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത് എന്താ? അന്നത്തെ പണ്ടത്തെ ഇന്നത്തെയും കഥകളുടെ ഒരു വ്യത്യാസം? കഥകളിൽ ഒന്ന് പശ്ചാത്തലം മാറിയെന്നുള്ളത് വ്യത്യാസമാണ്. പക്ഷെ എനിക്കത് രണ്ടിലും വ്യത്യാസം വ്യക്തിപരമായിട്ടാണ് ആ വ്യത്യാസം വരുന്നത്.
കാരണം അന്ന് ഞാൻ പറഞ്ഞതുപോലെ കുറേ കൂടെ നമുക്ക് സമയമുണ്ട്, നമ്മുടെ എഴുത്തും വായനയും അതിൻ്റെ എഴുതിയ ആളുകളൊക്കെ ആയിട്ട് കണക്റ്റഡാണ് ഏതോ അർത്ഥത്തിൽ. ആ അർത്ഥത്തിലുള്ള വ്യത്യാസമാണ്. പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ ഉദാഹരണങ്ങൾ അതിൽ പറയാൻ കഴിയും. നമുക്കൊരു എഴുത്തുകാരനെ അറിയുമെന്ന് വിചാരിച്ചോ, അയാൾക്ക് നമ്മളെ പരിചയം ഉണ്ടാവില്ല, നമുക്ക് അയാളെ പരിചയം ഉണ്ടാവും. അയാളെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെ മറ്റൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അദ്ദേഹത്തോടു കൂടിയുള്ള ഒരു ആരാധന. അദ്ദേഹം ആരാധനയല്ല, അത് അറിയുന്നത് കൊണ്ട്, അദ്ദേഹത്തെ അറിയുന്നത് കൊണ്ട് നമ്മൾ അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് വായിക്കാം. ഇന്നിപ്പോ ഒരേ ചെറിയ ചെറിയ എഴുത്തുകാർ. അന്ന് നമുക്ക് ആ കാലത്ത് നമ്മുടെ എന്താ പറയുക, അറിയപ്പെടുന്ന എണ്ണപ്പെട്ട എഴുത്തുകാരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. ഇപ്പോൾ ഉദാഹരണം ബഷീർ വയ്ക്കുമ്പോൾ ബഷീർ 1994 മരിക്കും. നമ്മുടെ ആ കോളേജ് സ്കൂൾ ആ ഒരു കാലഘട്ടമാണ്. അന്ന് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് അങ്ങനെ തുടങ്ങിയ കഥകൾ വായിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ തലേന്ന് പോലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പത്രത്തിൽ കാണാത്താവും. അങ്ങനെ ഒരുപാട് ആളുകൾ, ഇപ്പോൾ തകഴിയുടെ ആണെങ്കിലും, തകഴിയുടെ ഈ ചെമ്മീനൊക്കെ എഴുതുന്നത് 1956 അല്ലെങ്കിൽ രണ്ടിടങ്ങഴി 1948 താമസം. അദ്ദേഹം മരിക്കുന്നത് 1999. പക്ഷെ നമ്മളുണ്ട് അന്നേരം. അദ്ദേഹം ഉണ്ടാകുമ്പോൾ നമ്മളുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹമുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു സ്വാധീനം വളരെ ഇതാണ്. കുറേ ആളുകൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ പി മുഹമ്മദിൻ്റെ എണ്ണപ്പാണ്, അദ്ദേഹം മരിക്കുന്നത് 2003. വളരെ സ്വാധീനം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിച്ച് വായിച്ചൊരു പുസ്തകമാണ് നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിൻ്റെ തത്വമസി എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹം അന്നേ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടാവും പത്രത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനായിട്ട് കണക്റ്റഡാണ്. അദ്ദേഹം മരിക്കുന്നത് 2012 എൻ്റെ ഓർമ്മ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികം കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ ഒരുപാട് ഉണ്ടായിരുന്നു. 1926 ഞാൻ ജനിച്ചു. അപ്പോൾ അതിൽ പിന്നെ തത്വമസി എന്ന് പറയുന്നത് ഒരു ഭാരതീയ ദർശനം, ഒരു നല്ലൊരു പഠനമാണ്. പക്ഷെ അതിൽ സാഹിത്യം, അതിലെ വാക്കുകളുടെ കോർത്ത് വെച്ചിരിക്കുന്നതൊക്കെ അത് 1-2 പ്രാവശ്യം വായിച്ചാൽ തന്നെ അറിയാതെ നമ്മുടെ ഭാഷയിൽ സാഹിത്യം വരും. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ആസ്വാദനമുണ്ട്. അങ്ങനെ ആ എഴുത്തുകാരങ്ങനെ പല രീതിയിൽ, അത് അന്ന് മാത്രമല്ല ഇന്നും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കണക്ഷൻ വരുമ്പോഴാണ് കൂടുതൽ വായന ഏതോ അർത്ഥത്തിൽ സ്വാധീനിക്കപ്പെടുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഈ അടുത്തുള്ള ഒരു അനുഭവം നമ്മുടെ ടി.പി. ശ്രീനിവാസൻ സാർ, അദ്ദേഹത്തെ ഫോർമർ അംബാസിഡർ, അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റിലെ ഒരു വിചാരധാരം എന്നാണോ വിദേശ വിചാരം എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ വർഷങ്ങളായി കാണുക. അത് ഇപ്പോഴൊന്നും അറിയില്ല, മുമ്പ് കാണുക. അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് നമുക്കൊരു പിന്നെ അദ്ദേഹം കോവിഡ് കാലത്ത് ഓൺലൈനിൽ അദ്ദേഹമായിട്ട് ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു പരിപാടി, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ആകസ്മികമായി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ഒരു എറണാകുളത്ത് വെച്ച് നടന്നൊരു പുസ്തകമേളയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു. ആ പുസ്തകം അദ്ദേഹം തന്നെ എനിക്ക് നേരിട്ട് തരികയും മൈലയും എഴുതുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. അദ്ദേഹം അതിൽ അത് നമുക്ക് ഉണ്ടാക്കുന്ന സ്വാധീനം കുറച്ചും കൂടെ ഇല്ല. അദ്ദേഹം നേരിട്ട് പറയുന്ന പോലെ ആ പ്രസംഗത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ പുസ്തകത്തിലും പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളറിയാത്ത ചില കാര്യങ്ങൾ, അതിൻ്റെ പേര് എനിക്ക് ചാൻസ് ആൻഡ് ചാലഞ്ചസ് എന്നാണ് അതിൻ്റെ ഒരു ഫോറിൻ സർവീസിലെ ചാൻസ് ആൻഡ് ചാലഞ്ചസ്, എങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ് വരുന്നത്. അത് അദ്ദേഹം പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി മോഡി 1993 USA സന്ദർശിച്ചു. അദ്ദേഹം അവിടെ എംബസിയിലുണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി പോളിസി മേക്കേഴ്സിനൊക്കെ കാണുന്നുണ്ട് അന്നത്തെ കാലം. അതും കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഇലക്ഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല. അന്ന് ഉണ്ടായിരുന്ന ഒരു പട്ടേൽ, കേശുഭായ് പട്ടേൽ, അവർക്കൊരു അനാരോഗ്യം വന്നപ്പോൾ അവർ മാറ്റിയിട്ട് ഇവർ നേരിട്ട് ചീഫ് മിനിസ്റ്റർ ആവാം. പിന്നീട് 2-3-4 തവണ ചീഫ് മിനിസ്റ്റർ, അങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ. നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ ആകസ്മികമായി സംഭവിക്കുന്നില്ല. 93 അവർ USA പോകുന്നുണ്ടോ, പല ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നുണ്ട്, പടിപടിയായി വളരെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇത്തരം പുസ്തകങ്ങളില്ല. ആ രീതിയിൽ പുസ്തകങ്ങൾ നമ്മളെ നന്നായി സാധിക്കും. അങ്ങനെ പറയുമ്പോൾ പറയാൻ പറ്റുന്നൊരു പുസ്തകമാണ് ദ റൺ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ പുസ്തകമുണ്ട്. ഒരു വുഡ് എന്നയാളുടെ പേരിലുണ്ട്. അത് എഴുതിയ പുസ്തകമാണ്, ഞാൻ മുമ്പേ വായിച്ചൊരു പുസ്തകം. അത് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ച് പറയുന്ന അതിൻ്റെ പിന്നാമ്പുറം കഥകൾ, അല്ലെങ്കിൽ അതിൻ്റെ ലോബിയിങ് ഒക്കെ പറയുന്നൊരു നല്ല പുസ്തകം. അത് വായിച്ചാൽ നമ്മൾ എന്നും അമേരിക്കൻ ഇലക്ഷൻ കഴിയുന്നവരെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത്ര സ്വാധീനം ഉണ്ടാക്കും. അപ്പോൾ പുസ്തകങ്ങൾ ആ വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവങ്ങളുമായിട്ടോ നമ്മുടെ പരിസരവുമായിട്ടോ എങ്ങനെയോ ഒന്ന് കണക്ട് ചെയ്യപ്പെട്ട, എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ആസ്വദിച്ച് വായിക്കും.
അതുപോലെ പിന്നെ ഉള്ളൊരു അനുഭവമാണ് ഈ എഴുത്തുകാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അവരെ അറിയുന്ന ഉള്ള രീതിയിൽ. കുഞ്ഞുണ്ണി മാഷ് അറിയാലോ, ആ കാലത്ത് ഇന്നും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇങ്ങനെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ വളരും എന്നൊക്കെ പറയുന്ന പോലെ സരസമായ നുറുങ്ങ് കവിത. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കോളേജ് മാഗസിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് എത്ര സിമ്പിളാണ് ലൈഫ് അദ്ദേഹമൊക്കെ നയിക്കുന്നത്. അപ്പോൾ ആ രീതി നമ്മളെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ പല എഴുത്തുകാരും പല സന്ദർഭങ്ങളിലും കാണുകയും സംസാരിക്കുകയും അപ്പോൾ അത് നേരിട്ട് നമ്മൾ വായിക്കുകയാണ് അവരുടെ പുസ്തകങ്ങൾ. ഇപ്പോൾ ഷിഹാബുദ്ദീൻ പൊയ്ത്തിങ്ങളുടെ തലയൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം കോളേജിന് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നതൊക്കെ അവിടെ വന്നതൊക്കെ അറിയാം. അപ്പോൾ ഈ അടുത്തുള്ള എഴുത്തുകാരും അങ്ങനെ പലരെയും അറിയാം. ആ രീതിയിൽ നമ്മൾ പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ബെന്യാമിന് അദ്ദേഹത്തെ നമ്മളെ അറിയില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കാണുന്നുണ്ട്. രാമനുണ്ണി സാറിന് നമ്മൾ കാണുന്നുണ്ട്, സൂഫി പറഞ്ഞ കഥ. അതേപോലെ ദൈവത്തിൻ്റെ പുസ്തകമൊക്കെ വായിക്കും. അദ്ദേഹം നമ്മുടെ പരിപാടിക്ക് കൂടെ വന്നല്ലോ. സാറിന് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൊക്കെയാണ്? അതൊരു ഒന്നിലോ അതെനിക്കറിയാം. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ഡിറ്റക്റ്റീവ് നോവൽസ് ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത്, വീണ്ടും വായിച്ചു നോക്കിച്ചു. വലിയൊരു അത്ഭുതം തന്നെയാണ്. അദ്ദേഹം ഈ ഷെർലക് ഹോംസിനെ വധിക്കുന്നുണ്ട് ഒരു സ്റ്റോറി. അതിന് കാരണം എന്താണെന്നറിയാവോ? അതിൻ്റെ കാരണം അദ്ദേഹം ഇത് മാത്രമല്ല എഴുതിയത്, 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഒരു 5-6 വാല്യമുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാരും ശ്രദ്ധിക്കുകയില്ല. ഇതിന് വേണ്ടി മാത്രമാണ്. അത് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഇതിലേക്ക് ആളുകൾ ശ്രദ്ധ വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കഥാപാത്രത്തെ കുറിച്ച്, പക്ഷേ ജനങ്ങൾ വിട്ടില്ല. ഇനി സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, എന്നിട്ട് പോലും ഭയങ്കര പിന്നെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം രണ്ടാമത് കൊണ്ടുവരാണ്. ഈ ആദ്യം വധിച്ചപ്പോഴും രണ്ടാമത് കൊണ്ടുവന്നു. ഇപ്പം വായിക്കുന്നവരാൾക്ക് അത് മനസ്സിലാവില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ അതിൻ്റെ ഇടയിൽ നടന്നു. അത്രയും ബ്രില്യൻ്റ് എഴുത്താണ് അത്. അർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു. പിന്നെ എനിക്ക് ബഷീർ അങ്ങനെയൊക്കെ എഴുത്തുകാർ നമുക്ക് അൽക്കമിസ്റ്റ് എഴുതിയ നല്ല. പിന്നെ ഇപ്പോൾ അടുത്ത് ഞാൻ കുറേ കൂടെ എല്ലാ പുസ്തകങ്ങളും അധിക പുസ്തകങ്ങളും ഒരു എഴുത്തുകാരൻ്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് സുധാമൂർത്തിയുടെ ആയിരിക്കും. സുധാമൂർത്തിയുടെ വളരെ ലളിതമായ ഇംഗ്ലീഷാണ്, അതിലെന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകും. ഓരോ കഥയിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുട്ടികളൊക്കെ അത് വായിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, ടീനേജേഴ്സൊക്കെ പ്രത്യേകിച്ച്. ഇന്നത്തെ കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ വായനാശീലം കുറവാണ് അവർക്ക്. കൂടുതൽ കുട്ടികളും റീൽസ് കാണാൻ അല്ലെങ്കിൽ ഒരു ഡ്രൂം സ്ക്രോളിംഗ് ആണ് അവർക്ക്. എപ്പോഴും പെട്ടെന്ന് ഒരു 30 സെക്കൻഡ് പുതിയ കോണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവരോട് ഈ വായനയെ പറ്റി, വായനയുടെ പ്രാധാന്യത്തെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? അതിൽ ഒരൊറ്റ വാക്ക് പറയാമെന്നല്ല, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ചുരുക്കി പറയാൻ നോക്കാം. ഒന്ന്, വായന കുറയുന്നില്ല, അതിനൊരിക്കലും കുറയുന്നില്ല. കാരണം നമ്മൾ പണ്ടൊരു നമ്മളടുത്ത് ഒരു പുസ്തകം വേണം വായിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പല കാരണങ്ങളുണ്ടല്ലോ. നമ്മളെല്ലാം ലൈബ്രറി പോകണമെങ്കിൽ. ഇന്നതൊന്നും വേണ്ടല്ലോ, അതേ ബുക്ക് അഥവാ മൊബൈൽ നമ്മൾ കയ്യിൽ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി, എന്നൊക്കെയായിട്ട് വായിക്കുകയാണ്. വായന കൂടിയിട്ടുണ്ട്, പക്ഷേ ഒരു പർട്ടിക്കുലർ പുസ്തകം എടുക്കുക അല്ലെങ്കിൽ ആ രീതിയിലൊരു കനപ്പെട്ട വായന, അല്ലെങ്കിൽ എന്താ പറയുക, അർത്ഥത്തിലുള്ള വായന കുറഞ്ഞു വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും നമ്മുടെ അനുഭവം, ഞാൻ കോളേജിൻ്റെ അനുഭവം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ നന്നായിട്ട് വായിക്കുന്ന കുറേ കുട്ടികൾ. ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചാൽ ഈ വർഷത്തെ കുട്ടികൾ എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തെ കുട്ടികളാണ് കൂടുതൽ വായിക്കുന്നത്. നമ്മുടെ പുസ്തകങ്ങൾ അങ്ങനെ എടുക്കപ്പെടുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ധാരാളം ഉണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുക, എത്ര പ്രസിദ്ധീകരണങ്ങളാണ് ഓരോ ദിവസവും വരുന്നത്, എത്ര പുസ്തകങ്ങളാണ് വരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും അതേപോലെ ഡിജിറ്റൽ വായനയൊക്കെ കൂടിയതുകൊണ്ട് തന്നെ എനിക്കൊന്നും മുമ്പത്തേക്കാൾ ഇന്നാണ് വായന നടക്കുന്നത്. അതിലെനിക്ക് വിശ്വാസം കൂടുതലാണ്. പിന്നെ പുതിയ തലമുറയെക്കുറിച്ച് എനിക്ക് ആ അർത്ഥത്തിലാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പിന്നെ അവരെ റീൽസ് സ്വാഭാവികമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കുട്ടികളോട് പറയാനുള്ളതാണ് അത് കുറക്കണം. റീൽസും ഷോർട്സും കുറച്ചിട്ട് വായനയിലേക്ക് വരണമെന്ന് പറയാൻ കാരണം വളരെ ലളിതം. അങ്ങനെ ചോദിച്ചാൽ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്നത്തെ കുറേ ബുക്കൊക്കെ വായിച്ചാൽ ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ മേലെ നിൽക്കാം, വളരാനൊക്കെ കഴിയും. ഇന്നത്തെ കുട്ടികൾക്കൊന്നും വേണ്ട, അവർ റീൽസും ഷോർട്സും ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ആർക്കായാലും അധ്യാപകർക്കൊന്ന് കൺട്രോൾ ചെയ്താൽ മറ്റധ്യാപകരെക്കാൾ മെച്ചപ്പെട്ട അധ്യാപകനാവാം. അതുകൊണ്ട് അവർ പതിയെ വായനയും കൂടി അവർക്കുണ്ടെങ്കിൽ ഡബിൾ പ്ലസ് ആയി. ഇത് വളരെ ലളിതമാണ്. അപ്പോൾ വായനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് നമ്മൾ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. മനുഷ്യനൂടെ എത്തിയതിൻ്റെ വായനയുണ്ട്. മനുഷ്യനെ അറിയാനും അറിയിക്കാനുള്ള അവൻ്റെ കഴിവുകൊണ്ടാണ് മനുഷ്യൻ്റെ സർവ്വ വളർച്ചയും. അതിൻ്റെ അടിസ്ഥാനം, വളർച്ചയുടെ അടിസ്ഥാനമാണ്. മറ്റ് ജീവജാലങ്ങൾ ആയിരങ്ങൾ വർഷങ്ങളെ അതുപോലെ കൂട്ടുണ്ടാക്കുന്നു, അതുപോലെ ജീവിക്കുന്നു, ഒരു മാറ്റമില്ലല്ലോ. വിശുദ്ധ ഖുർആനിലൊരു സംഭവമുണ്ട്, ഞാൻ ലളിതമായി ചുരുക്കി പറയാൻ നോക്കാം. ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം മലക്കളോട് ചോദിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായം. അപ്പോൾ മലക്കൾ പറഞ്ഞു, മാലാഖമാർ പറഞ്ഞു, വേണ്ട ദൈവമേ, അവർ പ്രശ്നക്കാരാണ്,
അല്ല, എനിക്കറിയാം, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. അങ്ങനെ ആദ്യമ മനുഷ്യന് ആദം അലൈഹിസ്സലാം അദ്ദേഹത്തെ സൃഷ്ടിക്കുക. അതിനുശേഷം ആദമിന് കുറേ അറിവ് ദൈവം പകർന്നു നൽകി. അറിവ് നൽകുന്നത് ദൈവമാണ്, ദൈവം നൽകി. ശേഷം മലക്കളോട് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ പേരൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, നീ ഞങ്ങളെ പഠിപ്പിച്ചില്ല. ആദമിനോട് വന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം എല്ലാത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അറിവുണ്ടല്ലോ, മലക്കളേക്കാൾ അറിവുണ്ട്. അതൊരു ബഹുമാനമാണ്. അറിവുണ്ടാവുക എന്നുള്ളത് ബഹുമാനമാണ്. ആദമിനെ ബഹുമാനിക്കാൻ മലക്കളോട് ആവശ്യപ്പെടുകയാണ്. അപ്പം അതിൽ പിശാച് മാത്രമേ, ഇബ്ലീസ് എന്ന് പറയുന്ന പിശാച് അതിന് തയ്യാറായില്ല, അദ്ദേഹത്തിൻ്റെ അഹങ്കാരം. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ആദ്യം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യം നടന്നിരിക്കുന്നത് പഠിക്കുക എന്നുള്ള പ്രക്രിയയാണ്. ആദ്യം മനുഷ്യനെ അദ്ദേഹം ആദ്യം ചെയ്ത് പഠിക്കലാണ്. അദ്ദേഹം പഠിപ്പിച്ചത് ദൈവമാണ്. ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ദൈവം, ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്നത് ആദവും. ആദ്യ മനുഷ്യനാണ്. അദ്ദേഹം ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ? രണ്ടാമത് പഠിപ്പിക്കുക. മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മാലാഖമാർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പ്രക്രിയ അനുസ്യൂതം തുടരും. അപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, വായനയാണല്ലോ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓർ നോളജ്. അപ്പോൾ ആ അർത്ഥത്തിൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വളരാൻ കഴിയും. മനുഷ്യനാണോ വായിക്കണം, പഠിക്കണം, മനനം ചെയ്യണം, ചിന്തിക്കണം, ആലോചിക്കണം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് മറ്റിതര ജീവജാലങ്ങൾക്ക് നൽകാത്ത ആ രീതിയിലുള്ള ബുദ്ധിയും അറിവും വിവേകവും നൽകിയത്. അപ്പോൾ വായനയുടെ പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല. മനുഷ്യൻ വളരണമെങ്കിൽ വായിക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ആ അർത്ഥത്തിലാണ് ഇത് കാണേണ്ടത്. മടിച്ചിരിക്കാതെ റീൽസ് നോക്കി ഇങ്ങനെ ഇരിക്കാതെ അവർ വായനയിലേക്ക് വരണം, വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള വികാസവും ഉണ്ടാകും, മനുഷ്യവംശത്തിന് തന്നെ നേട്ടമുണ്ടാകും. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇത്തരത്തിൽ നമ്മുടെ ഇപ്പോൾ ഒരു ലീഡർ ആവാൻ വേണ്ടി, ഇപ്പം സാറ് പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുമ്പോഴാണ്, നമുക്ക് അറിവ് കിട്ടുമ്പോഴാണ് നമ്മൾ വളരുന്നത്. ഇത്തരം ലീഡർഷിപ്പ് ക്വാളിറ്റികൾ വളർത്താൻ വേണ്ടി വായന വഹിക്കുന്ന പങ്ക് എന്താണ്? നല്ലൊരു ചോദ്യമാണ്. ലീഡേഴ്സിന് കണക്ഷൻ ബുക്ക് വൈസ് വായനയായിട്ട് എങ്ങനെയാണ് അത് അവരുടെ ലീഡേഴ്സിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ സ്വാധീനിക്കുന്നത്? അതാണ് ചോദ്യം. ശരിക്കും നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമാജിനേഷൻ, അങ്ങനെ പലതും. അപ്പോൾ അതിൽ നമുക്ക് ഒരു ലീഡേഴ്സിന് വേണ്ട പ്രധാനപ്പെട്ട 2 സ്കില്ലുണ്ട്. ഒന്ന്, പലതും വേണം, അതിൽ പ്രധാനപ്പെട്ട 2 ഒന്ന് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അതില്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ വീട്ടകങ്ങളിലായാലും പുറമേ ആയാലും നമ്മൾ പിന്നോട്ട് പോകാനുള്ള ഒരു കാര്യം. തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഭാവന ഉണ്ടാവണം. ഈ തീരുമാനങ്ങൾ എടുത്താൽ ഇത് എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്, എന്താണ് അതിൻ്റെ സ്വാധീനം, ഇങ്ങനെ പലതും മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട്. അത് ഭാവന അല്ലെങ്കിൽ വായന അതിനെ നിങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ വളരെയധികം സ്വാധീനിക്കാൻ നമ്മുടെ വായനയ്ക്ക് സാധിക്കും. അതേപോലെ ഡിസിഷൻ നമ്മളെടുത്തു, ഒരു തീരുമാനം എടുത്തു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടാവും. അടുത്ത സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഈ 2 സ്കില്ലും വളർത്താൻ വായന നന്നായി നമ്മൾ സ്വാധീനിക്കും. ഇത് രണ്ടും ഒരു ലീഡേഴ്സിന് വേണ്ട ബേസിക് ക്വാളിറ്റി. നമ്മൾ രണ്ടും നന്നായി നിങ്ങൾക്കതൊരു സ്കില്ലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താനും പറ്റും. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ പല വിഷയങ്ങൾക്കുള്ള കാരണം അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, ഒരു പ്രശ്നത്തിന് പല വിധത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് കാണാൻ കഴിയണം. അതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ രീതിയിലുള്ള സൊല്യൂഷൻസ്, വിവിധങ്ങളായ സൊല്യൂഷൻസ് ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ നീണ്ടുപോകാനുള്ള കാരണം. അതിനൊക്കെ വായന വലിയ അർത്ഥത്തിൽ സ്വാധീനിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ശരിയാണ് സാർ. സാർ, ഈ അടുത്ത് വായിച്ച സാറിനെ സ്വാധീനിച്ചൊരു പുസ്തകം ഏതാണ്? അടുത്ത് വായിച്ച പുസ്തകം ഞാൻ പറഞ്ഞു, ഇപ്പം അങ്ങനെ വായിക്കാൻ സമയം കിട്ടാറ് കുറവാണെങ്കിലും മക്കൾക്ക് ഞാൻ പുസ്തകം ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അവർ ലൈബ്രറിയും മറ്റും ഒക്കെ അവർ വായിച്ച പുസ്തകം ഞാനിപ്പം യാത്രയിലൊക്കെയാണ് അധികം വായിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് സമയം കിട്ടുമ്പോൾ ഒക്കെ വായിക്കും. അപ്പോൾ അവർക്ക് കൊടുത്ത പുസ്തകങ്ങളിൽ നിന്ന് അവരോട് ചോദിക്കുക നല്ല പുസ്തകം. അപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുപോയ പുസ്തകങ്ങളിൽ മാധവിക്കുട്ടിയുടെ നെയ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ വായിച്ചപ്പോൾ എനിക്ക് തോന്നി കൗതുകം. ഞാൻ മുമ്പ് വായിച്ചിട്ടില്ല പുസ്തകം. നമ്മളെല്ലാ പുസ്തകങ്ങളും അങ്ങനെ കാണാനോ വായിക്കാനോ സാധ്യത കുറവാണ്. പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അത്രയും പുസ്തകങ്ങളുണ്ട്, അത്രയും കഥകളുണ്ട്. അപ്പോൾ അത് ആ പുസ്തകം എടുത്തെന്നാൽ ഞാൻ കുറച്ചും കൂടെ അതിൽ ഓർത്ത് പറയായിരുന്നു. ഇതിൽ നെയ്പായസം ജനപ്രിയ കഥകളെന്നാണ്. ഇത് ഞാനാദ്യം വിചാരിച്ച ഒരു നോവൽ പോലെയുള്ള അതല്ല.
16 കഥകളോ 16 തോന്നുന്നു, 16 കഥകളുണ്ട്. ഇതിൽ പിന്നെ മാധവിക്കുട്ടിയുടെ ആ കാലഘട്ടം, ഇത് 1950, 60, 70, 90 കഥകളുണ്ട് പല സ്ഥലത്ത്. ശരിക്കും ഇന്ന് നമ്മളത് വായിക്കും, അന്നത്തെ പല നോവൽസും കഥകളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും ഒരു ഇല്ലാത്തതല്ല അവർ പറയുന്നത്, അവർക്ക് ഉള്ളതാണ് പറയുന്നത്. ആ ഉള്ള സംഭവം അവരുടെ പരിസരത്തുള്ള കാര്യങ്ങൾ അവർ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ആസ്വാദന ഭംഗിയൊക്കെ ചേർത്തിട്ട് പറയാം. അന്നത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാവും. ഈ 50-ലെയും 60-ലെയും 70-ലെയും ചിന്ത എങ്ങനെയായിരുന്നു മനസ്സിലാവും. ഇത് വായിക്കാൻ നമുക്ക് ആ രീതിയിൽ കുറേ അന്നത്തെ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു ഒക്കെ മനസ്സിലാവും. ചില കഥകൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ അവസാനം മാധവിക്കുട്ടിയുടെ കാലാതിവർത്തിയായ കഥാപാത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 16 ജനപ്രിയ കഥകൾ എന്നാണിത്. ചിലത് ഇപ്പം നമുക്ക് കാണാം, കാലത്തിനതീതമായ ഒരുപാട് കഥകൾ ഇതിനുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കൊലകൾ, ഇന്ന് നിത്യേനയുള്ള കൊലകൾ നടക്കാറുണ്ടോ, ഇതിലൊരു കഥയുണ്ട് അങ്ങനെ, പേരൊക്കെ ഞാൻ മറന്നുപോയി. അതിൽ ഒരു അപ്പൂപ്പനാണ്, അപ്പൂപ്പൻ മണ്ണ് വാരി തിന്നുന്ന ഒരു അപ്പൂപ്പനാണ്. ഈ അപ്പൂപ്പൻ മണ്ണ് വാരി തിന്നുമ്പം അത് ആ മരുമകൾക്ക് ഉണ്ടാക്കുന്ന മാനഹാനി ഓർത്തിട്ട് ആ മരുമകളെ അപ്പൂപ്പനെ വധിച്ചു കളയുന്നൊരു കഥയാണത്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇന്നും വേറൊരു വകഭേദം എന്ന് നമുക്ക് തോന്നും. അപ്പം ഞാൻ മണ്ണ് എന്നോ അങ്ങനെ എന്തോ ആയിരിക്കും എൻ്റെ തലക്കെട്ട, കുറച്ച് മണ്ണ്. അങ്ങനെ കുറേ കഥകൾ, ഇതിലെല്ലാ കഥകളും അങ്ങനെ അർത്ഥത്തിൽ എനിക്ക് തോന്നിയില്ലെങ്കിലും ഒരു 10-12 കഥകൾ നമുക്ക് എന്താ പറയുക, എന്തോ അർത്ഥത്തിൽ ഒരു ഉൾക്കാഴ്ച നൽകുന്ന കഥകളാണ്. ഇതിൽ ആദ്യത്തെ ഈ നെയ്പ്പായസം എന്ന് പറയുന്ന ഈ ടൈറ്റിൽ വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിലൊരു ആദ്യത്തെ കഥയുണ്ട്. ആ ആദ്യത്തെ കഥയും ഈ രീതിയിൽ നമ്മൾ സ്വാധീനിക്കുന്നത്. ഭർത്താവിലൂടെ കഥ വളരുന്നത്, ഭാര്യ മരിച്ചുപോയി, 3 മക്കൾ ബാക്കിയാണ്. അപ്പോൾ അന്ന് രാത്രി വീട്ടിലെത്തിയിട്ട് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പം ഭാര്യ ഉണ്ടാക്കി വെച്ച ഭക്ഷണമുണ്ട്, പക്ഷെ അത് കൊടുക്കാൻ അയാൾക്ക് മനസ്സമ്മതിക്കുന്നേക്കാം. അപ്പം അദ്ദേഹം പുതിയ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോൾ അവിടെ നെയ്പ്പായസം, അമ്മ ഉണ്ടാക്കി വെച്ച നെയ്പ്പായസം കുട്ടികളത് ആർത്തിയോടെ എടുത്ത് കഴിക്കുകയാണ്. അതുണ്ടാക്കുന്ന ഒരു വൈകാരികമായ പാശ്ചാത്തലമുണ്ട്. അപ്പം അതിനുശേഷം ഇതിൻ്റെ അവസാനമാണ് അതിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയണു, ചോറ് വേണ്ടേ ഉണ്ണി, ഈ നെയ്പ്പായസം കുടിച്ച് നിന്നാൽ മതി, ചോറ് വേണ്ടേ ഉണ്ണി, വേണ്ട പായസം മതി, നല്ല സ്വാദുണ്ട്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അച്ഛൻ പറയണം, ശരിയാ, അമ്മ അസൽ നെയ്പ്പായസമാണ് ഉണ്ടാക്കിയത്. അപ്പം ആ രീതിയിൽ അതിനെ വായിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, ഒരു കുളത്തോടെ വായിക്കേണ്ടാവും. ഇത് ഈ മാധവിക്കുട്ടിയുടെ പിന്നീട് അവർ കമലാ സുരയ്യ എന്ന് പറയുന്ന ഇസ്ലാം മതം വിശ്വസിച്ചു ആ രീതി, അതൊക്കെ എനിക്കറിയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് പോയാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറ്റേ കഥ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പെട്ടെന്ന് അത് അടുത്ത കഥ വായിക്കാൻ കഴിയില്ല, കാരണം കാലത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ അവരുടെ ഒരു ഭാവനയുടെ ഒരു ലോകമാണ്. ഇതിലൊരു സുഭദ്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, ഇതിൻ്റെ ടൈറ്റിൽ മറന്നു. അവർ കുറേ കഴിഞ്ഞിട്ട് അവരെ സംഗീതം പഠിപ്പിച്ച ശാസ്ത്രികളെ കാണാൻ പോകുന്നൊരു കഥയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇവരുടെ ഭർത്താവ് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഡോക്ടറാണ് അവർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് വായിക്കണം നമ്മൾ. അവരാഗ്രഹിക്കുകയാണ് തിരിച്ചിട്ട് പണ്ടത്തെ ശാസ്ത്രികളുണ്ടാകുന്ന ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാനൊക്കെ പോവുകയാണ്. ആ സമയമാകുമ്പോഴേക്ക് ഇവരുടെ കളിക്കൂട്ടുകാരെയും എല്ലാം ഒന്നിച്ച് പഠിച്ച ആളായിരുന്നു. ശാസ്ത്രികൾ അല്ലെങ്കിൽ ആ ഒരു സംഗീതജ്ഞൻ്റെ ഈ ഭാര്യയ്ക്ക് അസുഖമൊക്കെ വന്ന് അവർക്കൊരു ഭ്രാന്തൊക്കെ ആവാണ്. അപ്പോൾ അപ്പോഴും അവരുടെ അഭിനിവേശം അല്ലെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്, അവ നിർവഹിക്കലാണ് ജീവിത ലക്ഷ്യം. നീ നിൻ്റെ ഭർത്താവിൻ്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കരുത്. ഞാൻ ഉന്മാദിയായ ഭാര്യയെ നോക്കി ഇവിടെ തന്നെ ജീവിക്കണം. മറ്റൊരു മാർഗവും ഈ ജന്മത്തിൽ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലാണ് വരുന്നത്. ഇത്തരം കഥകൾ നമുക്ക് പല രീതിയിലുള്ള ഉൾക്കാഴ്ചകൾ നൽകും. പുസ്തകങ്ങൾ ശരിക്കും പറഞ്ഞാൽ വായിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? പുസ്തകങ്ങളിലെല്ലാം ഉള്ളത് ഏതോ അർത്ഥത്തിൽ മനുഷ്യപ്പെട്ടാണ്. എന്തുകൊണ്ട് ഇവർക്ക് അനീതിയായി നീതി നടപ്പിലാക്കപ്പെടാത്തത് കൊണ്ടാണല്ലോ ഇവർക്ക് പ്രശ്നങ്ങളുണ്ടായത്, അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പല കഥാപാത്രങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ കുറേ കൂടെ നല്ല ബെറ്റർ മനുഷ്യനിൽ നിന്ന് പരോപകാരിയായി തീരാൻ വേണ്ടി ഒരു സഹാനുഭൂതി, അനുതാപം എന്ന് പറയുന്ന വികാരങ്ങളൊക്കെ വായന നമ്മളിൽ ഉണ്ടാക്കി തീർക്കും. എഴുത്തുകാരൊക്കെ നോക്കി ആ രീതിയിൽ അധികം ആളുകളും വളരെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അവർ കുറച്ച് വേറെ ചില കാര്യങ്ങളുണ്ടാവും, അതിനപ്പുറത്ത് അവരൊരു മനുഷ്യപ്പറ്റുള്ള ആളുകളായിരിക്കും. ഇതിലൊക്കെ ഈ മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ പരോപകാരം, മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുറേ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ
സാഹിത്യ ഭംഗിയാണ് എനിക്ക് വളരെയധികം ഒരൊറ്റ ഇതിൽ നിന്ന് തന്നെ, ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാകും. ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. അവൾ കുട്ടികളെ കുളിപ്പിച്ച് കിണറ്റിൻ കരയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴും അയാൾ ആ തെങ്ങിൻ തയ്യൻ്റെ മറവിൽ നിന്നുകൊണ്ട് അയൽപക്കത്ത് പുതുതായി വന്ന കുടുംബത്തെ നോക്കിക്കാണുകയായിരുന്നു. ഇതൊരൊറ്റ സെൻറ്റൻസാണ്. 3 4 കാര്യങ്ങൾ. മടങ്ങി വരുന്നു, കിണറ്റിൻ കരയിൽ നിന്നും ഭാര്യ മടങ്ങി വരുന്നു, അയൽപക്കത്ത് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്, ഇദ്ദേഹം ഗൃഹനാഥൻ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണ്. ഈ ഒരു പിക്ചർ നമുക്ക് അപ്പോഴും ഇതാണ് ഭാവന എന്ന് പറയുന്നത്. ഓരോരാൾക്ക് ഓരോ രീതിയിലായിരിക്കും. അവരുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു, അവരുടെ ഇതെന്ന്, അതൊക്കെ അവരുടെ കോലം, അതൊക്കെ ഓരോ വായനക്കാരനും വ്യത്യസ്ത ആംഗ്സിലായിരിക്കും. പക്ഷെ മാധവിക്കുട്ടി ഒരു 3 4 ലൈനിൽ ഒരൊറ്റ സെൻറ്റൻസിൽ ആ ചിത്രം അവിടെ വരച്ചിട്ടു. അപ്പം അങ്ങനെയാണ് ഒരു കഥ പോകുമ്പോഴേക്ക് പല ചിത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും. ആ രീതിയിലാണ് ഇവരുടെയൊക്കെ, മാധവിക്കുട്ടി മാത്രമല്ല ആ ആളുകളുടെ അന്നുള്ള പ്രത്യേകിച്ച് അവരുടെയൊക്കെ എഴുത്തിൻ്റെ ഒരു വലിപ്പം. ഞാനിത് കഴിഞ്ഞ ആഴ്ച അടുത്ത വായിച്ചൊരു പുസ്തകം, അല്ലെങ്കിൽ ഒറ്റയിരുപ്പിൽ വായിച്ചൊരു പുസ്തകമാണ്. സർ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പുസ്തകം ഉണ്ടോ? എല്ലാ പുസ്തകങ്ങളും അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞ പോലെ ചെറിയ പുസ്തകങ്ങളായിരിക്കില്ല, ഒറ്റയടിക്ക് വായിക്കാനും പറ്റില്ല, തീർക്കാനും പറ്റില്ല. കുറച്ച് ഭാഗങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ വായിക്കാതെ പെൻഡിങ് വെക്കുന്ന കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ കളയില്ല. അപ്പം പ്രധാനമായിട്ടും 2 തരം പുസ്തകങ്ങളുണ്ട്. ഒന്ന് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തത് ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ, അത് വായിക്കാൻ മാത്രമല്ല ആശയങ്ങൾ കുറേ കൂടെ എല്ലാ ദിവസവും നോക്കും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. രാവിലെ അങ്ങനെ നോക്കി അത് കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ മനസ്സിലാകുന്നുണ്ട്. നമ്മളത് അർത്ഥത്തിൽ വായിച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം കുറേ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഇന്ന് വായിച്ചതിലൊരു വാക്ക് മാത്രം ഓർമ്മിക്കുന്നൊരു വാക്ക് പറയാം. നിങ്ങൾക്ക് ദൈവം, ചില ആളുകൾക്ക് ദൈവം എത്രയും കൊടുക്കും, കണക്കില്ലാതെ കൊടുക്കും. അപ്പോൾ നമ്മളത് അതെന്താ എനിക്കിങ്ങനെ അത് ദൈവം കൊടുക്കുന്നതാണ്. കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. ഉദാഹരണം പറയാം, നമുക്ക് ഉണ്ടാവില്ല, ഒരാൾക്ക് കിട്ടുന്നതിൽ നമുക്ക് യാതൊരു ബേജാറുണ്ടാവില്ല. ബേജാറിൻ്റെ ആവശ്യമില്ല. കാരണം അത് ദൈവം ഒരാൾക്ക് കുറച്ച് കൊടുക്കുന്നതിലും അതും ദൈവമാണ് തീരുമാനിക്കുന്നത്. പല കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും നമുക്കൊരു ഉത്തരം കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു പുസ്തകം എന്ന് പറയുന്നത് ഈ ഖുറാനിലെ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു വ്യാഖ്യാന ശാസ്ത്രം വളർന്നിരുന്നുണ്ട്. അതൊരു വലിയൊരു ട്രെൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഇപ്പോൾ ഒരു ഏത് ഗ്രന്ഥമായാലും, ഏത് ഗ്രന്ഥത്തിലൊക്കെ എത്ര വിഷയങ്ങളുണ്ടാവും. കരുണ, ക്ഷമ എന്ന് തുടങ്ങി കുറേ വിഷയങ്ങളുണ്ടാവില്ലേ. ഇത്ര കാലം ഉണ്ടായിരുന്നത് വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു ഖുറാൻ്റെ വചനം, ആ വചനം അതിനെ വ്യാഖ്യാനിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ലഭ്യമാണ്, തഫ്സീർ എന്ന് പറയും. അപ്പോൾ അതിനപ്പുറത്ത് അതിൽ നിന്നുള്ള ചില വിഷയങ്ങൾ മാത്രം എടുത്ത് ആ വിഷയത്തിൽ വന്ന മറ്റ് വചനങ്ങൾ, മറ്റ് അതുപോലുള്ള വാക്കുകൾ, പ്രവാചകവാക്കുകളൊക്കെ ചേർത്തിട്ട് അതൊരു വ്യാഖ്യാന ശാസ്ത്രമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതൊരു അക്കാദമിക് ആ രീതിയിലുള്ളൊരു ഗവേഷണമാണ്. അപ്പോൾ അതിലാണ് ഞാൻ കുറച്ചും കൂടെ അങ്ങനത്തെ പുസ്തകങ്ങളും അങ്ങനത്തെ വായന എൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ വേറെ 10 വാള്യങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ ദിവസേന അതിനെ കുറച്ചൊന്ന് മറിച്ച് നോക്കും. പിന്നെയുള്ളൊരു പുസ്തകം ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു പുസ്തകമാണ്, കുറേ നാളെ എൻ്റെ കയ്യിലുണ്ട്, വായിച്ച് തീർക്കാൻ പറ്റാത്തൊരു പുസ്തകമാണ് ഇറ്റ് ഈസ് നോട്ട് യു എന്ന് പറയുന്നൊരു പുസ്തകം. ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എഴുതിയൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക്. ഇറ്റ് ഈസ് നോട്ട് യു എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ രമണി എന്ന് പറഞ്ഞ ആൾ എഴുതിയ പുസ്തകം കുറേ നാളെ എൻ്റെ കയ്യിലുള്ള. നമ്മളങ്ങനത്തെ പുസ്തകങ്ങൾക്ക് നമുക്ക് തോന്നുന്നു, ഇപ്പം മാഗ്നസിൽ നമുക്കൊക്കെ തോന്നുന്നൊരു കാര്യം, ഒരു ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളകപ്പെടുമ്പോൾ പലപ്പോഴും നമ്മളെയാണ് ഇരകളാക്കി മാറ്റുന്നത്. ഞാനാണ് പ്രതി, ഇരകളല്ല ഞങ്ങൾ പ്രതി. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ഞാനങ്ങനെ ചെയ്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യും, നമ്മൾ കുറ്റപ്പെടുത്തും. പലപ്പോഴും അതല്ല വസ്തുത മറ്റേയാളുടെ സ്വഭാവമോ അവരുടെ ഏതെങ്കിലും ഈ ഡിസോർഡറോ മറ്റോ കാര്യങ്ങളോ ആയിരിക്കും ഈ മൊത്തം എൻ്റയർ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. ചുമ്മാ നമ്മളെ ഏറ്റെടുക്കുന്നത്, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി, നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യും, അങ്ങനെ നമ്മൾ താഴോട്ട് പോകും. ഇറ്റ് ഈസ് നോട്ട് യു, അതാണത്. ഇറ്റ് ഈസ് നോട്ട് യു. നിങ്ങളല്ല പ്രശ്നക്കാരൻ, നിങ്ങൾ ശരിക്കും ഇരകളാണ്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറയുന്നത് വളരെ ബൃഹത്തായൊരു പുസ്തകമാണ്. ഏകദേശം വായിച്ച് തീരാനായി. ഈ 2 രീതിയിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ വായിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പം മറ്റ് അനുകാര്യങ്ങൾ വായിക്കുന്നത് പോലെ ചെറിയ നോവലുകളോ കഥാപുസ്തകങ്ങളോ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന ട്രെൻഡിങ് ആയതൊക്കെ വായിച്ചു നോക്കാറുണ്ട്. ഇങ്ങനെ പല ടൈപ്പിലുള്ള പുസ്തകങ്ങൾ സാർ വായിക്കുന്നതായിട്ട് പറഞ്ഞു. സാറ് കോളേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ എഴുതുന്ന ആളാണ്, എഴുതുന്ന ശീലമുണ്ടോ? എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ വിചാരിക്കുന്നത് ഞാൻ നന്നായി എഴുതുന്നത്, കാരണം അന്ന് മുതൽ വായിക്കുന്ന ഒരാളായതുകൊണ്ട് വലിയ എഴുത്താൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പൊക്കി പറയല്ല, അവരൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുമ്പോൾ ഞാൻ വായിച്ചെടുക്കുകയായിരുന്നു പതിവ്. ആർത്തത് പറഞ്ഞതാണ്. ഞാൻ അവരെക്കാൾ വലിയ വായനക്കാരായതുകൊണ്ട് പറയില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ എഴുത്തുകാരൊക്കെ ഉണ്ട്, വിഷയനിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എഴുത്തുണ്ട്. പക്ഷേ ഞാൻ ആ അർത്ഥത്തിൽ എന്താ പറയുക, അങ്ങനെ അങ്ങ് സമയം കണ്ടെത്തിയില്ല എന്നൊരു സത്യാവസ്ഥയാണ്.
പിന്നെ അങ്ങനെയല്ലായിരുന്നു എൻ്റെ ഒരു ആലോചനയും ഇതൊക്കെ. കുറേ കൂടെ വേറെ രീതിയിലാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന പണി വേറെ തന്നെ വ്യത്യസ്തമാണ്, അഡ്മിനിസ്ട്രേഷൻ വേറെ തന്നെയാണ്. എങ്കിൽ പോലും ഞാൻ ഈ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്. അന്നത്തെ ബാലരമേൻ്റെ ഒക്കെ ഒരു സ്വാധീനം വെച്ചിട്ടൊരു നല്ലൊരു കഥയൊക്കെ എഴുതിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജിലെത്തിയപ്പം 1-2 ലേഖനങ്ങൾ, പിന്നെ ചെറിയ ഈ സായാഹ്ന പത്രങ്ങളിലൊക്കെ ലേഖനങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നീട് അതൊക്കെ കൈമോശം വന്നുകൂടി. പിന്നീട് അങ്ങനെ എഴുത്ത് കാര്യങ്ങളൊന്നും. പക്ഷെ ഇന്നും അന്ന് എഴുതിയ ലേഖനങ്ങൾ ഞാൻ അപ്പോഴൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇന്നും അതിലൊക്കെ പോയിൻറ്റ്സ് ഉണ്ട്, ചില കാര്യങ്ങൾക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അതൊരു ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്, ആ കാലഘട്ടത്തിൽ എടുത്തില്ല. സാറിന് ഇനിയും സമയമുണ്ട്, ഇനിയും വരുന്ന നാളുകളിൽ സാറിന് നന്നായിട്ട് എഴുതാം. ഇപ്പം നമ്മൾ അന്നത്തെ പോലെയുള്ള സാഹിത്യ പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. ഇന്ന് കുറേ കൂടെ നമ്മുടെ എന്താ പറയുക ഭാഷയിലെല്ലാം കൈമോശം വന്നു, എനിക്കങ്ങനെ തോന്നുന്നത്. പക്ഷേ അക്കാഡമിക്കായി നമ്മൾ കുറേയും കൂടെ മറ്റേതിന് സാഹിത്യം വേണം, ഭാഷയ്ക്കൊരു സൗന്ദര്യം വേണം, എഴുത്തിനൊരു ഒഴുക്ക് വേണം, പല ഘടകങ്ങൾ വേണം. നമ്മളിപ്പം ഭാവനയൊക്കെ ഉണ്ടാക്കാൻ ഇമാജിനേറ്റ് ചെയ്യാൻ പറ്റിയൊരു പൊസിഷനോ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടുള്ള ഘടകങ്ങൾ അങ്ങനെ അനുകൂലമല്ല. കുറേ കൂടെ നമ്മളൊരു പറയാം അല്ലേ, അത്ര ഒരു കാം സിറ്റുവേഷൻ അല്ലല്ലോ. നമുക്ക് കുറേ ഡെയിലി ഇഷ്യൂസ്, ഡെയിലി നമ്മുടെ ഒരു സർക്കംസ്റ്റൻസ് മാറിയെന്ന് പറയും. എപ്പോഴെങ്കിലും എഴുതുമായിരിക്കും, അത് അവനവന് വേണ്ടിയല്ല, അത് നാട്ടുകാർക്ക് വേണ്ടിയല്ല, സ്വന്തത്തിനൊരു ആശ്വാസത്തിന് വേണ്ടി ചിലപ്പോൾ എഴുതുമായിരിക്കും. ഓക്കെ സാർ, അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് വായന സാറിനെ എങ്ങനെ സ്വാധീനിച്ചു, വായനയുടെ പ്രാധാന്യം എന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്? കുട്ടികളോട് നേരത്തെ നമ്മൾ പറഞ്ഞു തോന്നുന്നല്ലേ. പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത് അവരും വായിക്കാനാണ് വേണ്ടത്. വായിക്കണം എന്നാണ് അവരോട് പറയാനുള്ളത്. കാരണം നമ്മൾ മൊബൈൽ നോക്കിയിരുന്നിട്ട് നമ്മളൊരു കഷ്ണവും ഒരു പേപ്പർ പോലും വായിക്കില്ല. മക്കളോട് മാത്രം അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവർ കണ്ട് വളർന്ന് ജനിച്ച മുതൽ കാണുന്ന അച്ഛനമ്മ എന്ന് പറയുന്നത് മൊബൈൽ നോക്കുന്ന അച്ഛനമ്മ, വേറൊരു സാധനമില്ല. ഇതിലെനിക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെയുള്ള രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ചെറുപ്പം മുതലേ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഒരു കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പുസ്തകമൊക്കെ വായിക്കണം. ഒന്ന്. രണ്ടാമത്തെ, അവർക്ക് മൊബൈൽ കൊടുക്കുന്നത് നമ്മൾ വളരെയധികം കുട്ടികൾക്ക് അവർക്ക് മൊബൈലേ വേണ്ടുള്ളൂ എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ പകരം എന്താ കൊടുക്കുന്നത്? നിങ്ങൾ പകരം ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അവരെ എൻഗേജ് ചെയ്യാൻ ഒരു കളിപ്പാട്ടം വാങ്ങി കൊടുക്കില്ല, ഒരു ചെറിയ പുസ്തകങ്ങൾ, കളറുകൾ, പെൻസിൽ, അങ്ങനത്തെ ഒരു സാധനം കൊടുക്കില്ല. കുറച്ച് പൈസ ചിലവുണ്ട്. എന്താ പൈസ ചിലവാക്കിയാൽ? ഭക്ഷണത്തിന് നിങ്ങൾ എത്ര പൈസ ചിലവാക്കും? ഭക്ഷണത്തെക്കാൾ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ അത്രയേ വേണ്ടുള്ളൂ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിക്കുന്നതും ചിലവാക്കുന്നതും. പക്ഷെ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ, കളർ പുസ്തകങ്ങളും മറ്റൊക്കെ ആയിട്ട് വായനയിലേക്ക് അവൻ എൻഗേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ചുമ്മാ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ നീ വെറുതെ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അവന് വേറെ ഏതോ ഓപ്ഷനിലേക്ക് അവനെ മാറ്റണം. അപ്പോഴാണ് ആ കുട്ടി എന്താവുക, ചെറുപ്പത്തിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ. എനിക്കൊരു UKG പഠിക്കുന്ന ഒരു മകൾ വിളിച്ചത്, ഞാൻ എവിടെ പോയി വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങും അവൾക്ക്. 2 ദിവസം അവൾക്കത് മതി, ഒരു കളിപ്പാട്ടം എന്തോ, 2 ദിവസത്തേക്ക് അവൾ എൻഗേജ്. അതേപോലെ കളിക്കൊടുക്കുക, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങും, ചെറിയ ചെറിയ പുസ്തകങ്ങൾ, അതിൽ കളർ പെയിൻ്റ് അടിക്കുക, അങ്ങനെ അവൾ എൻഗേജാണ്. ആ രീതിയിൽ മൊബൈൽ കാണില്ല എന്നല്ല, മൊബൈൽ കാണും, പക്ഷേ അവൾക്ക് വേറൊരു പണിയും കൂടെ ജോലിയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. വലിയ കുട്ടികളായാലും ഇത് തന്നെയാണ് അവസ്ഥ. അവർക്കും എൻഗേജ്മെൻറ്റ് കൊടുക്കണം, വേറൊരു ഓപ്ഷൻസ് കൊടുക്കണം. വേറൊരു ഓപ്ഷൻസും ഇല്ലാതെ വെറുതെ ഇരിക്കണം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കളാണ് കണ്ടുപിടിക്കേണ്ടത്. അവരുടെ മക്കളുടെ ടേസ്റ്റ് അനുസരിച്ച് അവരുടെ ടേസ്റ്റ് കണ്ടുപിടിക്കുന്നത്, ആ ടേസ്റ്റിനനുസരിച്ച് ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ചെടികളൊക്കെ വളർത്താൻ താല്പര്യമുള്ള കുട്ടികളാണ്, ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ടേസ്റ്റുകൾ അത് കണ്ട് നിങ്ങൾ ചെടികൾ വാങ്ങാൻ തുടങ്ങണം, പിന്നെ ചെടികൾ പോകാൻ തുടങ്ങണം. സ്വാഭാവികമായിട്ട് അവർ മൊബൈലിൽ നിന്ന് കുറച്ച് മാറിയേക്കും, അതിലേക്ക് കുറേ കൂടെ അവരുടെ അറ്റൻഷൻ പോകും. അതിന് നമ്മുടെ കുട്ടികളുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് അവരതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം എന്നർത്ഥം. ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മൊബൈലിലേക്ക് അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് പറയണം. ഒപ്പം നമ്മൾ എന്തായിരിക്കണം, അവർക്ക് റോൾ മോഡലായിരിക്കണം. മൊബൈൽ കാണുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണ് കാണേണ്ടത്. ഇപ്പോൾ സീരിയലിൽ നിന്നും കാണുന്ന ഒരു ഉമ്മ സീരിയൽ കാണുകയാണെന്ന് വെച്ചു, അതിൻ്റെ പൊട്ടിത്തെറിയും മൈൻഡ് ഇതൊക്കെ മക്കൾ കൊടുക്കുന്ന സന്ദേശം എന്താ? നമ്മൾ അവരുടെ വളരുന്ന ആ ഘട്ടത്തിൽ അറിയാതെ നമ്മൾ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ബോധപൂർവം, ഇങ്ങനെ അങ്ങ് വളരെയല്ല, ബോധപൂർവം തന്നെ കുട്ടികളുടെ അവരുടെ ഹെൽത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ബേജാറാവുമല്ലോ എന്നതുപോലെ തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തിനും കൂടി നമ്മൾ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഒരു വീട്ടിലെ അന്തരീക്ഷം, വീട്ടകം ഒരുക്കുന്നതിൽ ഒരു ബോധപൂർവമായ ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് കുറേ കൂടെ വായനയെ അല്ലെങ്കിൽ വായിക്കാനുള്ള അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. വീട്ടിലൊരു ലൈബ്രറി ഒക്കെ ഉണ്ടാവണം, കുഞ്ഞു ലൈബ്രറി എങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പുസ്തകം വായിക്കാനായിട്ടൊരു സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മക്കളെ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് എൻ്റെ ആത്യന്തികമായ ഫലം.
ആ അർത്ഥത്തിൽ നല്ല മക്കൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. താങ്ക് യു സർ, ഇത്രയും നേരം സാറിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. താങ്ക് യു. കൂട്ടത്തിൽ പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ ആ ഒരു ബുക്ക് റിവ്യൂവിൽ മാത്രം ഫോക്കസ് ചെയ്തതല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇതൊരു തുടർന്ന് ഒരുപാട് എപ്പിസോഡുകളിലൂടെ കടന്നു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ഇങ്ങനെ അനുഭവങ്ങൾ, ആ പുസ്തകത്തിൻ്റെ റിവ്യൂകളൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കും. കുറേയും കൂടെ ഡെപ്തായിട്ട് ആ പുസ്തകം ഒന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്യണം. പുസ്തകം വായിച്ചു പോകുന്നതിന് ഒരു ആ പുസ്തകത്തിൽ എന്തൊക്കെയാണ് നമ്മൾ വായിച്ചതെന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ റിവ്യൂ കുട്ടികൾക്ക്, അത് പറയുന്ന കുട്ടികൾക്കും കേൾക്കുന്നവർക്കും ഉപകാരപ്പെടും. ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക്സ്.